ഹാർവെസ്റ്റ്, വിളവെടുപ്പ്. നമ്മുടെ ദൈവം തമ്പുരാൻ വിളവിറക്കുന്നു എങ്കിൽ വിളവെടുക്കാനും അവൻ വിശ്വസ്തൻ തന്നെ. നമ്മുടെ ദൈവം നമുക്ക് തന്നിരിക്കുന്ന വിളവുകൾ നമ്മുടെ ഭൂമിയാകാം, നമ്മുടെ മക്കളാകാം, നമ്മുടെ പ്രവൃത്തി മണ്ഡലങ്ങളാകാം, എന്താണെങ്കിലും ദൈവത്തിൻ്റെ മിനിസ്ട്രി ആകാം, എന്താണെങ്കിലും പ്രയത്നിച്ചോ ഒരു വിളവെടുപ്പുണ്ട്, സംശയമില്ലാത്ത സത്യമാണ്. നമ്മൾ കഴിഞ്ഞ ദിവസം തമിഴ്നാട്ടിൽ ഒരു സ്ഥലത്ത് കുറച്ച് സ്ഥലമുള്ളിടത്ത് പോയി കുറേ നെല്ലുകൾ പാകി കിളിപ്പിക്കാവുന്നൊരു പരീക്ഷണം പോലെ ചെയ്തു നോക്കി. ഒത്തിരിയും പ്രാർത്ഥിച്ചു കഴിഞ്ഞിട്ട് നമ്മൾ ചെയ്തത് അതിമനോഹരമായ വിധത്തിൽ ശത്രുക്കളുടെ മുമ്പേ മേശ ഒരുക്കുന്നത് പോലെ അവരുടെ മധ്യത്തിൽ നിന്ന് വിളവെടുക്കാൻ ദൈവം അനുവദിച്ചു. അതൊരു വലിയ ഭാഗ്യമായിട്ടാണ് ഞാൻ കരുതുന്നത്. നമ്മൾ വിളവെടുക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന അനുഭവം, നമ്മൾ വിതയ്ക്കുന്നു, കൊയ്യുന്നു, കഠിനാധ്വാനം ചെയ്യുന്നു, പ്രതിഫലം തരേണ്ടത് അല്ലെങ്കിൽ വിളവെടുപ്പിക്കുന്നവൻ നമ്മുടെ ദൈവം തമ്പുരാനാണ്. അപ്പോൾ എല്ലാ കാര്യങ്ങളും ക്രിസ്തുവിൽ ഒറിജിനേറ്റ് ചെയ്യണം. ദൈവത്തിൽ തുടങ്ങി ദൈവത്തിൽ പ്രവർത്തിച്ചു ദൈവത്തിൽ തന്നെ പൂർത്തീകരിക്കാൻ ഒക്കുന്ന ഭാഗ്യം ഭൂമിയിൽ നമ്മൾ ഏറ്റെടുക്കണം. അത് ക്രമേണ ആദ്യകാലങ്ങളിൽ പ്രയാസമായിട്ട് തോന്നിയാലും പ്രയാസത്തിൻ്റെ നടുക്ക് ധൈര്യമായിട്ട് മുൻപോട്ട് നിൽക്കണം. നമ്മുടെ മക്കളാണ് ദൈവം തന്നിരിക്കുന്ന അവകാശം. 127 സങ്കീർത്തനത്തിൻ്റെ 3-ാം വാക്യം ഇങ്ങനെയാണ് വായിക്കുന്നത്: മക്കൾ യഹോവ നൽകുന്ന അവകാശവും ഉദരഫലം അവൻ തരുന്ന പ്രതിഫലവും തന്നെ. അപ്പം ദൈവം തരുന്ന അവകാശം നമ്മുടെ മക്കളാണ്. അത് നമ്മുടെ ഉദരഫലം ദൈവത്തിൻ്റെതാണ്. വീരൻ്റെ കയ്യിലെ അസ്ത്രങ്ങൾ എങ്ങനെയോ അങ്ങനെയാകുന്നു യൗവനത്തിലെ മക്കൾ. അവയെക്കൊണ്ട് തൻ്റെ ആവനാഴിക നിറച്ചിരിക്കുന്ന പുരുഷൻ ഭാഗ്യവാൻ. നഗരവാതിക്കൽ വെച്ച് ശത്രുക്കളോട് സംസാരിക്കുമ്പോൾ അങ്ങനെയുള്ളവർ ലജ്ജിച്ച് പോകുകയില്ല. അപ്പം ദൈവത്തിന് നമ്മുടെ മക്കൾ നമ്മുടെ അവകാശമാണെന്ന് നമ്മൾ മനസ്സിലാക്കി കർത്താവിന് തിരിച്ചു കൊടുത്തേച്ച് അവരെ ദൈവിക വചനത്തിൽ വളർത്തിയെടുക്കുമ്പം ഒരു വലിയ വയലിൽ നമ്മൾ നിന്ന് കൃഷി ചെയ്യുന്ന മക്കളായിട്ട് നമ്മളെ തന്നെ കാണണം. കൃഷി നമ്മളാണ്, ദൈവനാമത്തിലാണ് ചെയ്യുന്നത് എങ്കിൽ അത് വിളവെടുക്കേണ്ട സമയത്ത് ദൈവം തമ്പുരാൻ തൻ്റെ മഹാശക്തി ഉപയോഗിച്ചത്, ഞാൻ പറയുന്നത് ഹി വിൽ മൂവ് ഹെവൻ ആൻഡ് എർത്ത്, ആകാശവും ഭൂമിയും ഇളക്കിക്കൊണ്ട് അവൻ ഇറങ്ങി വന്ന് നമ്മുടെ കൂടെ നിന്ന് പ്രവർത്തിക്കും. അങ്ങനെ ഒരു അനുഭവമാണ് കഴിഞ്ഞ ദിവസം തമിഴ്നാട്ടിലെ അനുഭവം ഉണ്ടായത്. അതിൻ്റെ കുറച്ച് ക്ലിപ്പ് ഇതിൻ്റെ ഇടയ്ക്ക് കാണിക്കുന്നതായിരിക്കും. കാരണം ദൈവം വിളവെടുക്കുന്നവനാണ് എന്ന് പറഞ്ഞു എങ്കിൽ ഫിസിക്കൽ റെലം, അക്ഷരാർത്ഥത്തിൽ നമ്മൾ ഭൂമി തലത്തിൽ നോക്കുമ്പോൾ നമ്മൾ ഇടുന്ന ഓരോ വിത്തുകളും നല്ല നിലത്താണ് ഇടുന്നത് എങ്കിൽ അത് 100 മേനി 60 മേനി 30 മേനി ആക്കി തരുമെന്ന് പരിശുദ്ധാത്മാവ് വ്യക്തമായിട്ടും ക്രിസ്തുവിൽ കൂടെ നമ്മളോട് സംസാരിച്ചിരിക്കുകയാണ്. അങ്ങനെയെങ്കിൽ നമ്മൾ ചുമ്മാതിരിക്കരുത്. ഗോതമ്പ് മണി കയ്യിൽ ഇരിക്കുന്നിടത്തോളം കാലം അത് അങ്ങനെ തന്നെ ഇരിക്കും. പക്ഷെ ഗോതമ്പ് മണി എടുത്തിട്ട് നമ്മളെ വാരി വിതറിക്കൊണ്ട് നല്ല സ്ഥലത്തേക്ക് ഇടുകയാണെങ്കിൽ അത് ചാകുന്നു എങ്കിൽ, ഗോതമ്പ് മണി ചാകുന്നു എങ്കിൽ അതിൽ നിന്ന് പുതിയ ഒരു ചെടി കിളുത്തു വന്നിട്ട് 100 മേനിയായിട്ട് ഫലം തരും. അതുതന്നെയാണ് എല്ലാ ജീവിതത്തിൻ്റെ കാര്യങ്ങളിലും. കഷ്ടങ്ങളും പ്രയാസങ്ങളും വരുമ്പോൾ ഇട്ടെറിഞ്ഞ് ഓടിപ്പോകാതെ അവിടെ തന്നെ നിന്നുകൊണ്ട് നമ്മൾ എന്താന്നേലും നമ്മൾ കാല് വെച്ചെടുത്ത് നമ്മൾ ഉറച്ചു നിൽക്കുമെന്ന് വിശ്വസിച്ചുകൊണ്ട് നിന്നുകൊണ്ട് ഓട്ടം തികയ്ക്കാൻ വേണ്ടി മുൻപോട്ട് ഓടുക. ചില സന്ദർഭങ്ങളിൽ നമുക്ക് മുൻപോട്ട് പോകാൻ വയ്യാത്ത അവസ്ഥയിൽ മറ്റുള്ളവരോട് പ്രാർത്ഥന റിക്വസ്റ്റ് ചോദിക്കണം, ദൈവത്തോട് പ്രാർത്ഥിക്കാനുള്ള കൃപ ചോദിച്ചു വാങ്ങിക്കണം. അറിയാവുന്ന ആത്മാക്കളുള്ള അടുക്കൽ പോയിരുന്ന് വീണ്ടും നമ്മളെ തന്നെ ബലപ്പെടുത്തണം. വചനം വായിക്കണം, വചനാത്മാവിൽ നമ്മളെ ബലപ്പെടുത്തണം. ഈ യെശയ്യാ പ്രവാചകൻ്റെ 44:3 പറയുന്നത്: എൻ്റെ ദാസനായ യാക്കോബേ, ഞാൻ തെരഞ്ഞെടുത്ത യെശൂരൂനെ, നീ ഭയപ്പെടേണ്ട. ദാഹിച്ചിരിക്കുന്നിടത്ത് ഞാൻ വെള്ളവും വരണ്ട നിലത്ത് നീരൊഴുക്കുകളും പകരും. നിന്റെ സന്തതിമേൽ എൻ്റെ ആത്മാവിനെയും നിന്റെ സന്തതിമേൽ എൻ്റെ ആത്മാവിനെയും നിന്റെ സന്താനത്തിൻ്റെ മേൽ എൻ്റെ അനുഗ്രഹങ്ങളും പകരും. അപ്പം സന്തതിയുടെ മേൽ ആത്മാവിനെയും സന്താനത്തിൻ്റെ മേൽ സന്തതിയുടെ മേൽ ആത്മാവിനെയും
സന്താനത്തിൻ്റെ മേൽ അനുഗ്രഹം പകരുമ്പം പലരും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, അതെന്താ അങ്ങനെ സന്തതിയും സന്താനവും തമ്മിൽ വ്യത്യാസമുണ്ടോയെന്ന്. അത് വളരെ സട്ടിലാണ്, പക്ഷെ അതിനകത്ത് ഒരു ചെറിയ മർമ്മം കിടക്കുന്നു. പലർക്ക് സംശയമുള്ളത് കൊണ്ട് വചനം പഠിപ്പിക്കുമ്പോൾ മനസ്സിലാക്കിയ രീതിയിൽ ഞാൻ എടുത്ത് പറയുകയാണ്. സന്തതി മീൻസ് ഓഫ് സ്പ്രിങ്. അത് ഇംഗ്ലീഷിൽ രണ്ടും ഏകദേശം ഒരേ തരത്തിലാണ് പറഞ്ഞത്. പക്ഷെ മലയാളത്തിൽ സന്തതി മീൻസ് ഓഫ് സ്പ്രിങ്, സന്താനം മീൻസ് ഡിസെൻഡൻസ്. അപ്പം ദൈവം അബ്രഹാമിന് സന്തതിയെ കൊടുത്തു, സന്താനത്തെ കൊടുത്തു. സന്തതി എന്ന് പറയുമ്പം വാഗ്ദത്തപുത്രന്മാരെയാണ് സന്തതികളെന്ന് വിളിക്കുന്നത്. ഇഫ് യു ക്യാൻ അണ്ടർസ്റ്റാൻഡ് ദാറ്റ് ഡിഫറൻസ്, അതായത് ദൈവം വാഗ്ദത്തപ്രകാരം തന്നിരിക്കുന്ന ഇസഹാക്ക് സന്തതിയാണ്. എന്നാൽ അബ്രഹാമിന് സാറയിൽ കൂടെ അല്ലാതെയും കത്തൂറ മറ്റു സ്ത്രീകളിൽ കൂടെ മക്കളുണ്ടായിട്ടുണ്ട്. ആ മക്കൾക്കെല്ലാം വേദപുസ്തകത്തിൽ പറയുന്നത് മരിക്കുന്നതിന് മുമ്പ് അബ്രഹാം അവർക്ക് സാധനങ്ങൾ കൊടുത്ത് പറഞ്ഞു വിട്ടു എന്ന്. അവർക്ക് ഭൂമിയിൽ കിട്ടുന്നതായ സമ്പത്തിൻ്റെ അനുഗ്രഹങ്ങൾ കൊടുത്തിട്ട് അങ്ങ് തിരിച്ചു വിട്ടു. എന്നാൽ ആത്മീകമായ അനുഗ്രഹം കിട്ടുന്നത് ഇസഹാക്കിനാണ്. അപ്പോൾ അങ്ങനെയാണ് ഒരു ചോദ്യം വരും. അപ്പോൾ അങ്ങനെയുള്ള ദൈവമക്കൾക്കും വാഗ്ദത്തപുത്രന്മാർക്കും ആത്മീയ അനുഗ്രഹം മാത്രമേ ഉള്ളൂ, ആത്മാവിനെ മാത്രമേ ഉള്ളൂ എന്നൊരു ചോദ്യം വരും. അതിന് ഉത്തരമാണ് വളരെ ക്ലിയറായിട്ട് വേദപുസ്തകം പറയുന്നത്. ആത്മീക മക്കൾക്ക് ലോകപ്രകാരമായിട്ടുള്ള അനുഗ്രഹങ്ങൾ തന്നെയല്ല, ആത്മീകമായ വരങ്ങൾ കൂടെ കൊടുക്കുകയാണ്. അപ്പോൾ ആത്മീക അനുഗ്രഹങ്ങൾ നിറച്ചു കഴിയുമ്പോൾ അവർക്ക് ലോകപ്രകാരമായ അനുഗ്രഹങ്ങളും കൂടെ കൊടുക്കുന്നത് വാഗ്ദത്തപുത്രന്മാർക്കാണ്. അപ്പോൾ ഇറ്റ്സ് എ ഡബിൾ ബ്ലെസ്സിങ് ആണ്. ഈ ഉൽപ്പത്തി 12-ാം അധ്യായത്തിൽ പരിശുദ്ധാത്മാവിൽ ദൈവം തമ്പുരാൻ അബ്രഹാമിനോട് പറയുന്നുണ്ട്, ഞാൻ നിന്നെ അനുഗ്രഹിക്കും, നിന്റെ സന്തതികളെ അനുഗ്രഹിക്കുമെന്ന്. അപ്പം അനുഗ്രഹങ്ങൾ രണ്ടു പേർക്കും ഒരുപോലെ വരുന്നുണ്ട്. ഏത് രണ്ട് അതായത് ലോകപ്രകാരമായ അനുഗ്രഹങ്ങൾ ദൈവം അബ്രഹാമിൽ കൂടെ ഇസഹാക്കിനും അതുപോലെ തന്നെ ഇസ്മയിലിനും കൊടുക്കുന്നുണ്ട്. എന്നാൽ ആത്മീകമായ അനുഗ്രഹം എ പ്ലസ് പോയിന്റ് ആണ്. അത് ഇറ്റേണലാണ്, അത് മാറാത്തതാണ്, അത് നിലനിൽക്കുന്നതാണ്. ആ കൂട്ടത്തിൽ പെടണം നമ്മൾ. അവിടെയാണ് നമ്മളുമായിട്ട് മറ്റുള്ളവരുമായിട്ടുള്ള വിശ്വാസ വീരന്മാരാക്കാൻ കഴിവുള്ള നമ്മൾ വിശ്വാസികളാകുന്ന നമ്മുടെ തലമുറകൾ സന്തതികളാണ്. ദൈവം അനുഗ്രഹിച്ച സന്തതികളാണ് നമുക്ക് പറയാൻ. അപ്പോൾ അവർക്ക് ആത്മീക അനുഗ്രഹം തന്നെയല്ല, ജഡീക അനുഗ്രഹം രണ്ടും കൂടെ കിട്ടും. ചിലരത് പറയുമ്പം ലോകപ്രകാരമുള്ളവർക്ക് ജഡീക അനുഗ്രഹം ഇല്ലെന്ന്, ജഡീക അനുഗ്രഹം മാത്രമേ ഉള്ളൂ എന്ന് പറയുമ്പം അത് കറക്റ്റാണ്. പക്ഷേ ദൈവം വാഗ്ദത്തം ചെയ്ത മക്കൾക്ക് ആത്മീക അനുഗ്രഹങ്ങളും, അതായത് ആത്മാവിനെ തരിക, ദൈവത്തിൻ്റെ നിത്യമായ ജീവനത്തിലേക്ക് കയറുക, ദൈവ മക്കളായിട്ട് ജീവിക്കുക, അതുകൂടാതെ ദൈവത്തിൻ്റെ സകല അനുഗ്രഹം ഭൂമിയിലുള്ളതും തരും. വചനം ഇങ്ങനെ പറയുന്നത്, മുൻപേ അവൻ്റെ രാജ്യവും നീതിയും അന്വേഷിക്കുക, അതോടുകൂടി സകലതും ദൈവം നമുക്ക് തരും. അപ്പം നമ്മൾ അവൻ്റെ രാജ്യവും നീതിയും അന്വേഷിച്ച് കഴിയുമ്പോൾ അതിൻ്റെ കൂടെ സകലതും തരുന്ന ദൈവം നമ്മുടെ കൂടെ വന്ന് നിൽക്കുകയാണ്. ആത്മാവിൻ്റെ ചൈതന്യം ഒഴുകിക്കൊണ്ടേയിരിക്കുകയാണ്. പരിശുദ്ധാത്മാവ് പറയുന്നു, ഞാനാണ് വിളവിട്ടത് എങ്കിൽ വിളവെടുക്കാൻ വിതയ്ക്കുന്നവൻ അറിയാം വിളവെടുപ്പിക്കേണ്ടത് എങ്ങനെയാണെന്ന്. നമ്മൾ ദൈവത്തിനെ ഏൽപ്പിക്കുക, നമ്മുടെ സന്താനങ്ങളെ, സന്തതികളെ, നമ്മുടെ വാഗ്ദത്ത പുത്രന്മാരെ ദൈവത്തിനെ ഏൽപ്പിച്ചിട്ട് പറയുകയാണ്, കർത്താവേ, ഇന്ന് മുതൽ ഞാൻ എൻ്റെ സന്തതിയെ നിനക്ക് തന്നിരിക്കുന്നു. അവിടെ സങ്കീർത്തനത്തിൽ പറയുന്നുണ്ട്, യഹോവ ഭക്തന്മാരെ നിങ്ങൾ നിൻ്റെ മക്കളെ ദൈവത്തിന് കൊടുക്കുവീൻ. ദൈവത്തിന് നമ്മുടെ മക്കളെ കൊടുക്കുവാൻ ദൈവം ആഗ്രഹിക്കുക. എങ്കിൽ മാത്രമേ ദൈവത്തിന് തൻ്റെ പ്രവൃത്തി അവരിൽ കൂടെ പൂർണ്ണമായിട്ടും ചെയ്യാനൊക്കത്തുള്ളൂ. ചില ഏലിയ പ്രവാചകന്മാർ, ഏലീശ പ്രവാചകന്മാരെയൊക്കെ ദൈവം ഉയർത്താൻ പോവുകയാണ്. അതിനുവേണ്ടി കർത്താവ് 29-ാം സങ്കീർത്തനം, ദൈവപുത്രന്മാരെ യഹോവയ്ക്ക് കൊടുപ്പീൻ, യഹോവയ്ക്ക് മഹത്വവും ശക്തിയും കൊടുപ്പീൻ, യഹോവയ്ക്ക് അവൻ്റെ നാമത്തിൻ്റെ മഹത്വം കൊടുപ്പീൻ. എന്താണ്? ദൈവപുത്രന്മാരെ യഹോവയ്ക്ക് കൊടുക്കുക. അങ്ങനെ ദൈവത്തിന് വേണ്ടി നമ്മൾ നിൽക്കാൻ തക്കവണ്ണം പഠിച്ചു കഴിഞ്ഞാൽ അശുദ്ധാത്മാവ് കടന്നു വരാതെ നമ്മൾ വേലി കെട്ടി ഉറപ്പിച്ചിട്ട് ആത്മീയ ചൈതന്യത്തിൽ ദൈവമക്കളെ ദൈവം ഉദ്ദേശിച്ച പദവിയിലെത്തിക്കുന്നിടം വരെ നിരന്തരം പ്രാർത്ഥിക്കുക, വേലി കെട്ടുക, വരമ്പ് വെട്ടി ശരിയാക്കുക, വെള്ളം നിറയ്ക്കുക,
വിത്തിട്ടുകൊണ്ടേയിരിക്കുക. വിത്തെന്ന് പറയുന്ന വചനമാണ് വിത്തിട്ടുകൊണ്ടേയിരിക്കുക. വിളവെടുപ്പ് ഷുവറാണ്. കർത്താവ് ഫിസിക്കൽ റലം, അതായത് ലോകപ്രകാരമായിട്ട് നെല്ലിട്ടത് എടുപ്പിച്ചു എങ്കിൽ നമ്മുടെ തലമുറകളുടെ മേലും അത് തന്നെ വന്ന് വീഴാൻ പോകുന്നത്. ഇതൊരു പ്രോഫസ്റ്റിക് മിനിസ്ട്രി ആയിട്ട്, ഇത് പ്രോഫസി ആയിട്ട് അനേക മക്കളുടെ കുടുംബങ്ങളിലേക്ക് കടന്നു വരട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. നാഥ, ഞങ്ങളുടെ സന്തതികളുടെ മേൽ നിൻ്റെ അനുഗ്രഹത്തെ നീ ഞങ്ങളുടെ ആത്മാവിനെ ഐക്യം അനുഗ്രഹത്തെ ഐക്യം കൂടെ ചെയ്യുന്ന ഒരു ദൈവം കടന്നു വന്നിരിക്കുന്നതിന് ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. ഞങ്ങളുടെ അധ്വാന ഫലം കർത്താവെ, നീ ഞങ്ങളെ കൊണ്ട് അധ്വാനിപ്പിച്ചിട്ട് കർത്താവെ ഞങ്ങൾ നട്ടു, അപ്പൊല്ലോസ് വെള്ളം ഒഴിച്ചു, പക്ഷെ ഫലം പുറപ്പെടുവിക്കുന്നത് ദൈവമാണ്. അങ്ങനെ ഞങ്ങളെ കൊണ്ട് വേല ചെയ്യിക്കുമ്പോൾ അതിനൊരു വിളവെടുപ്പുണ്ട് എന്ന് നിശ്ചയമായിട്ടും അവിടുത്തെ വാഗ്ദത്തം. അത് ഒരു വിത്ത് ഇട്ടാൽ അത് കിളുക്കും. ഞങ്ങൾ ദൈവമേ ഭൂമിയിൽ വിത്തിട്ടാൽ അത് കിളുത്തു 100 മേനി 60 മേനി 30 മേനി ഉണ്ടാക്കിയെന്ന് കാണിച്ചു തന്നെങ്കിൽ ഞങ്ങളുടെ സന്തതികൾ, ഞങ്ങളുടെ തലമുറകൾ, ഞങ്ങളുടെ ഡിസെൻഡൻസ് എല്ലാവരും ഒരുപോലെ ദൈവികമായ ആത്മീക അനുഗ്രഹത്തിലേക്ക് കയറി വരാൻ തക്കവണ്ണം തിരഞ്ഞെടുത്ത മക്കളാണ് കർത്താവെ. അതുകൊണ്ട് ഞങ്ങളുടെ മക്കളുടെ മേൽ നിൻ്റെ ശാശ്വത ഭുജം കർത്താവെ നീ ഒന്ന് തൊട്ടിട്ട്, കർത്താവെ നിൻ്റെ ആത്മാവിൻ്റെ പകർച്ച അവരുടെ മേൽ പകർന്നിട്ട്, വിശുദ്ധ രക്തം അവരുടെ മേൽ തളിച്ച് നീ അവരെ വിശുദ്ധരാക്കിക്കൊണ്ട് നിർത്തിക്കൊണ്ട് നിൻ്റെ മക്കളെന്ന പദവിയിലേക്ക് ഉയർത്തി ദിനം പ്രതി അവരെ പഠിപ്പിച്ചെടുക്കണമേ. നിനക്ക് ഹിതമില്ലാത്ത വയലിൽ അവർ ചെന്നുപെടാൻ ഇടയാക്കരുതേ അപ്പച്ച. കർത്താവെ, നീ അനുഗ്രഹിച്ച വയലിൽ മാത്രമേ ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ വളരാവേ. നീയാകുന്ന മുന്തിരി വള്ളികളായിട്ട് ഞങ്ങളുടെ കുഞ്ഞുങ്ങളിൽ നിന്ന് വളർന്നിട്ട് നിറച്ചു ഫലമുണ്ടാക്കുന്നവരാക്കി മാറ്റണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അവിടുന്ന് അത് ചെയ്തിരിക്കുന്നതിനാൽ നന്ദിയോടെ സ്തോത്രം. ആത്മീകമായ വരങ്ങളെ കൊണ്ടവരെ നിറച്ചിട്ട് സ്വർഗ സന്തോഷത്തിൽ ദൈവമേ നീതിമാന്റെ ഭവനത്തിൽ ജയത്തിൻ്റെയും ആഘോഷത്തിൻ്റെയും ഉല്ലാസത്തിൻ്റെയും ഒരു ആരവം കേൾക്കുവാൻ ഇട്ടയാക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന അപ്പച്ച. ശത്രു തോൽക്കുന്നു, യഹോവ എഴുന്നള്ളിയിരിക്കുന്നു, ശത്രുക്കൾ ലജ്ജിച്ച് ഓടുന്നു കർത്താവേ. അവൻ ഒരു വഴിയായിട്ട് വരുന്നു, 7 വഴിയായിട്ട് മാറിപ്പോകുന്നു അപ്പച്ച. അങ്ങനെ നീ ഞങ്ങൾക്ക് വേണ്ടി ഇറങ്ങി വന്ന് വലിയൊരു വിളവെടുപ്പാൻ സാക്ഷിയായിട്ട് നിന്ന് ഞങ്ങൾക്ക് സാക്ഷ്യം പറയാൻ ഇടയാക്കിയതിന് നന്ദി പറയുന്നു. നാഥ, നിനക്ക് സകല മഹത്വവും തേജസ്സും യശസ്സും ഗ്ലോറിയും ഉണ്ടാകട്ടെ അപ്പച്ച. പ്രാർത്ഥനയുടെ ഉത്തരം തന്നതിന് നന്ദി. യേശു ക്രിസ്തുവിൻ്റെ പൊന്നു നാമത്തിൽ തന്നെ, ആമേൻ.